ഹൃദ്യമായ സ്വാഗതം. ഡാറ്റാബേസിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു സ്കൂളിലെ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ കലോത്സവം _db എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും നാടക മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരുകൾ SQL ക്വറി നൽകി പ്രദർശിപ്പിക്കുക. സൂചനകൾ: മത്സരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളുടെ വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ക്വറിയുടെ മാതൃക ചുവടെ കൊടുക്കുന്നു. സെലക്ട് സ്റ്റുഡൻസ് _നെയിം ഫ്രം സ്റ്റുഡൻസ് വേർ ജെൻഡർ =F. അതായത് മത്സരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളുടെ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്വറിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ നാടകത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്വറി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നാടകത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരുകൾ ലഭിക്കുന്നതിനുള്ള ക്വറി എക്സിക്യൂട്ട് SQL ടാബിൽ എഴുതി പ്രവർത്തിപ്പിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _drama.png എന്ന പേരിൽ സേവ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ കീ അമർത്തുക. തുടർന്ന് നിശ്ചിത ഭാഗം തിരഞ്ഞെടുത്ത് എൻ്റർ കീ അമർത്തുന്നതോടെ സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പ്രൊഡക്ട്സ് സ്ക്രീൻഷോട്ട്സ് ഫോൾഡറിൽ ലഭിക്കും. ഇത് എക്സാം 10 പ്രൊഡക്റ്റിലേക്ക് കോപ്പി ചെയ്ത് നിർദ്ദിഷ്ട ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള കലോത്സവം _db എന്ന ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഫയൽസ്, ഇവിടെ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് കലോത്സവം _db എന്ന ഫയൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് DB ബ്രൗസർ ഫോർ SQLite ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ആ ഒരു ഫയൽ. ഇവിടെ 2 ടേബിളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് എന്ന ടേബിളും സ്റ്റുഡൻസ് എന്ന ടേബിളും. നമുക്ക് ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. ഇവിടെ ഡിസ്ട്രിക്റ്റ് എന്ന ടേബിൾ നോക്കാം. അതിൽ ഓരോ ഫീൽഡ് ഇവിടെ കാണാം. ഡിസ്ട്രിക്റ്റ് ID ടെക്സ്റ്റാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് ഇവിടെ ടെക്സ്റ്റാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് എന്ന ടേബിളും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡൻസ് ID, ഇവിടെ ടെക്സ്റ്റ് ആണ് ഡാറ്റ ടൈപ്പും. ഇതിൻ്റെ ഓരോ ഫീൽഡിൻ്റെയും ഡാറ്റ ടൈപ്പ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്രൗസ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്താൽ ഡിസ്ട്രിക്റ്റ് എന്ന ടേബിളിലുള്ള ഓരോ ഫീൽഡും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻസ് എന്ന ടേബിളിലെ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വലിയ ടേബിളിൽ നിന്ന് ഡ്രാമ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ പേര് വിവരങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ക്വറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എക്സിക്യൂട്ട് SQL എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് ക്വറി ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് എന്താ? സെലക്ട് സ്റ്റുഡൻസ് _നെയിം. സെലക്ട് സ്റ്റുഡൻസ് നെയിം. ഫസ്റ്റ് നമ്മളിവിടെ പ്രദർശിപ്പിക്കേണ്ടത് സ്റ്റുഡൻസ് നെയിമാണ്. അതുകൊണ്ട് ഫസ്റ്റ് എഴുതേണ്ടത് സെലക്ട് സ്റ്റുഡൻസ് നെയിം ഫ്രം സ്റ്റുഡൻസ്, അതായത് സ്റ്റുഡൻസ് ടേബിളിലുള്ള ഇവിടെ എന്ന ടേബിളിലുള്ള ഡ്രാമയിൽ പങ്കെടുത്ത കുട്ടികളുടെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ഫ്രം സ്റ്റുഡൻസ് എന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. വേർ ഐറ്റം നെയിം ഡ്രാമ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓരോന്ന് ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ സെലക്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർ വരും. ഇവിടെ സെലക്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വരും. അപ്പോൾ അവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ എക്സിക്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 4 കുട്ടികളാണ് ഡ്രാമയിൽ പങ്കെടുത്തതെന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ അമർത്തുക. അതിനുശേഷം ഈ ഒരു
വിൻഡോ മുഴുവനായും സെലക്ട് ചെയ്യുക. ഇവിടെ ഒന്നുകിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ആകുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ ഇൻ ഫയൽസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സേവ് ആകുന്നത് ഇവിടെ ആയിരിക്കും. ക്രോമിലെ പിക്ചേഴ്സിൽ സ്ക്രീൻഷോട്ട്സ് എന്നതിലായിരിക്കും സേവ് ആയിരിക്കുന്നത്. ഇതിനെ നമുക്ക് റീനെയിം ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം നൽകാം. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ വരാൻ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് മൈനസ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡ്രാമ എന്നാണ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഡ്രാമ എന്ന പേരിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞത്. ഡ്രാമ എന്ന് നൽകാം. പിന്നെ റീനെയിം ക്ലിക്ക് ചെയ്യാം. ഇതിനെ നമ്മൾ കോപ്പി ചെയ്യാം. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി നൽകുക. ഇവിടെ ഹോമിൽ exam10 പ്രൊഡക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതും ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, exam10 പ്രൊഡക്റ്റിലാണ് സേവ് ചെയ്യേണ്ടത്. ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.